ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു റാണീസ് കിച്ചൺ. ഇന്ന് നമുക്ക് വളരെ എളുപ്പത്തിൽ കുറഞ്ഞ സമയം കൊണ്ട് മിൽക്ക് പേട എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. കുട്ടികൾക്കെല്ലാം വളരെ ഇഷ്ടമാകുന്ന ഒരു സ്വീറ്റാണ് ഇത്. മിൽക്ക് പേട ഉണ്ടാക്കാനായിട്ട് ഒരു പാനിലേക്ക് 1/2 കപ്പ് പാലൊഴിക്കാം. 1/2 കപ്പ് പഞ്ചസാര ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് പാൽപ്പൊടി ചേർക്കാം. രണ്ട് കപ്പ് പാൽപ്പൊടി ചേർത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാം. ഇതിപ്പോൾ കട്ടിയായിരിക്കുന്ന നെയ്യായതുകൊണ്ടാണ് 1 ടേബിൾ സ്പൂൺ ചേർത്തത്. മെൽറ്റാക്കിയിട്ടാണെങ്കിൽ 2 ടേബിൾ സ്പൂൺ വേണം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മിക്സ് ചെയ്തെടുക്കണം. ഇനി ഇത് ഗ്യാസിലേക്ക് വെച്ചിട്ട് ഗ്യാസ് ഓണാക്കാം. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കട്ടിയാക്കി എടുക്കണം. പെട്ടെന്ന് തന്നെ ഇത് കട്ടിയായിട്ട് വരും. ഒരു 10 മിനിറ്റ് താഴെ സമയം മതി. ഒരു 7-8 മിനിറ്റ് മാത്രം മതി നമുക്കിത് കട്ടിയാക്കി എടുക്കാനായിട്ട്. പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പേടയാണിത്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. തീ കൂട്ടി വയ്ക്കരുത്, മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കിയെടുക്കണം. ഇതിപ്പോൾ ഒന്ന് കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. ഈ സമയത്ത് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർക്കാം. ഏലക്കാപ്പൊടി ചേർക്കണമെന്നൊരു നിർബന്ധമുള്ള കാര്യമല്ല, വേണമെങ്കിൽ ചേർത്താൽ മതി. പേടയിൽ ഏലക്ക ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാനിപ്പോൾ ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് ചേർത്തതാണ്. ഒന്നുകൂടെ ഒന്ന് കട്ടിയാക്കി വന്നിട്ടുണ്ട്. പേട ഉണ്ടാക്കുമ്പോൾ ഒരുപാട് സമയത്ത് ഒരുപാടങ്ങ് കട്ടിയായി പോകരുത്. അങ്ങനെയാണെങ്കിൽ പേട നല്ല ഹാർഡായിട്ടിരിക്കും, പിന്നെ കടിക്കുമ്പോൾ ഒട്ടുന്ന പോലെ തോന്നുകയും ചെയ്യും. അതുകൊണ്ട് ഒരുപാട് സമയത്ത് കട്ടിയാക്കി എടുക്കരുത്, എന്നാൽ കട്ടിയായിട്ട് കിട്ടുകയും വേണം. നന്നായിട്ട് ഇളക്കി കൊടുക്കാം. കുറച്ച് സമയം കൂടെ ഇളക്കണം. പിന്നെ ഒരു കാര്യം കൂടെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതിൻ്റെ കൂടെ ബെൽ ബട്ടണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണം. പിന്നെ വീഡിയോ കണ്ട ശേഷം ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്തേക്കണം. ട്രൈ ചെയ്ത് നോക്കിയിട്ട് കമൻസൊക്കെ അറിയിക്കണം. ഇതിപ്പോൾ കറക്റ്റ് പരുവമായിട്ടുണ്ട്. ഇനി ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി ഇത് തണുക്കാനായിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റാം. പെട്ടെന്ന് തന്നെ ഇത് തണുത്ത് വരും. ഇതിപ്പോൾ തണുത്തിട്ടുണ്ട്. കയ്യിൽ അല്പം നെയ്യ് തടവിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. നന്നായിട്ട് കുഴച്ചെടുക്കാം. അതിനുശേഷം ഇതൊന്ന് പരത്തിയെടുക്കണം. ഞാനിപ്പോൾ ഈ ചോപ്പിംഗ് ബോർഡിൽ വെച്ചിട്ടാണ് പരത്തുന്നത്. ചപ്പാത്തി കോലിൽ അല്പം നെയ്യ് തടവിയിട്ട് ഇതൊന്ന് പരത്തിയെടുക്കാം. പേടയുടെ കനത്തിൽ പരത്തിയെടുക്കണം. ഒരുപാടങ്ങ് കനം കുറഞ്ഞു പോകരുത്. ഇതിപ്പോൾ പരത്തി വെച്ചിട്ടുണ്ട്. ഇനി ഞാനൊരു കുപ്പിയുടെ അടപ്പാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ ഈ ഷേപ്പിലുള്ള ഗ്ലാസ്സോ എന്തെങ്കിലും എടുത്താൽ മതി. ഇതൊന്നും ഇല്ലെങ്കിൽ കൈ വെച്ചിട്ട് ഷേപ്പ് ചെയ്തെടുത്താലും മതി. ഇതിപ്പോൾ എളുപ്പത്തിന് ഈ കുപ്പിയുടെ അടപ്പെടുത്ത് ഞാനിതൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് പേട റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. ഇതുപോലെ ഷേപ്പിൽ ചെയ്തെടുക്കാൻ പറ്റും. പേടയുടെ അതേ ഷേപ്പിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. മുഴുവനും ഇതുപോലെ ചെയ്തെടുക്കാം.
വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പേടയാണിത്. സാധാരണ നമ്മൾ മിൽക്ക് പേട ഉണ്ടാക്കുമ്പോൾ പാല് വറ്റിച്ച് അങ്ങനെയൊക്കെയാണ് ചെയ്യുന്നത്. അത് കുറേ സമയമെടുക്കും. ഇതാകുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് പേട തയ്യാറാക്കാനായിട്ട് പറ്റും. എല്ലാ കുട്ടികൾക്കും ഇഷ്ടമാകുന്ന ഒരു സ്വീറ്റാണ് ഈ മിൽക്ക് പേട. മുഴുവനും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. പേടയുടെ അതേ ഷേപ്പിൽ അതേ കനത്തിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. അതിന് മുമ്പായിട്ട് ഞാനൊരു പിസ്തയുടെ ഒരു പീസ് ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നുണ്ട്. വേണമെങ്കിൽ ചെയ്താൽ മതി, കയ്യിലുണ്ടെങ്കിൽ മാത്രം. പിസ്തയോ ബദാമോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ വെച്ച് കൊടുത്താൽ ഒരു ഭംഗിക്ക് ഇതുപോലെ ചെയ്തെടുക്കാം. വെച്ചില്ലെങ്കിലും ഒരു കുഴപ്പമില്ല. മുഴുവനും ഇതുപോലെ റെഡിയാക്കി എടുക്കാം. വളരെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള മിൽക്ക് പേട റെഡി ആയിട്ടുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.